ഭയങ്കര സ്മെല്ല്. നമ്മള് നമ്മുടെ ജേർണി കംപ്ലീറ്റ് ചെയ്യുന്നില്ലാത്ത ടിക്കറ്റ് ക്യാൻസൽ ആയിക്കാണ്. നമ്മുടെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ആന്റി ഉണ്ടല്ലോ, ആ ആന്റി നമുക്ക് ഫുഡ് തന്ന് ഭയങ്കരമായിട്ട് ഹാപ്പി ആയി. ദൂദ് സാഗർ വാട്ടർഫോൾ കാണാനായിട്ടാണ് നമ്മൾ ഈ ട്രെയിൻ ചൂസ് ചെയ്തത്. ക്രേസാണ് ദൂദ് സാഗർ വാട്ടർഫോൾ. എന്തോ നിങ്ങൾ എന്റെ മോനെ നോക്കി. നമ്മളിപ്പോൾ ഈറോഡ് റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ പ്ലാൻ എല്ലാം പാളി നമ്മൾ ഈറോഡിൽ ഇറങ്ങേണ്ടി വന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാൽ നമ്മൾ ആലപ്പുഴ ധൻബാദനാണ് പോകുന്നത്. അതിന് മുമ്പ് ശബരി എക്സ്പ്രസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലോക്കൽ എടുത്തിട്ടുണ്ട്. കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഇതിന് നല്ല ആളുണ്ടാവും. ലോക്കലിൽ എന്തായാലും അത്യാവശ്യം നല്ല ആളുണ്ടാവും. നോർമലി നമ്മൾ കാണുന്നതല്ലേ, ശബരിലൊക്കെ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാം. അപ്പോൾ എന്തായാലും ഇതിനകത്തും കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാനിലാണ്. കൺവേർട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ലോക്കലിൽ പോകാൻ, കാരണം ഒരു 5-6 hours ജേർണിയേ വരുന്നുള്ളൂ. അപ്പോൾ സമയം 7:21. ഒരു 10-15 മിനിറ്റ് ലേറ്റോട് കൂടിയാണ് ശബരി ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈറോഡിൽ പ്ലാറ്റ്ഫോം നമ്പർ 2 ശബരി വരാൻ പോവുകയാണ്. നമ്മുടെ ശബരി ഇതേ വരുന്നോണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ ലോക്കൽ നല്ല ആളായിരിക്കുമെന്ന്. കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ നോക്കണം. കാല് ഒത്തടയില്ലാത്ത പോലെ ആള് കയറി. ഇവിടുന്ന് പുതിയ TT ബോഡിയും, ഞാൻ TTനെ കണ്ടായിരുന്നു. അപ്പോൾ വേക്കൻസി ഉണ്ട്. എന്തായാലും ഇവിടുന്ന് പുതിയ TT ബോഡിയും കയറി ഇരുന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തായാലും കയറി. ഞാനിപ്പോൾ കയറിയിരുന്നത് S4 എന്തായാലും TT വരുമ്പോൾ നോക്കാം. വേക്കൻസി ഉണ്ടെന്നാണ് പറഞ്ഞത്. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തകർത്ത് നടക്കുന്നുണ്ട്. നമ്മുടെ ശബരിക്ക് ഈറോഡിൽ 10 മിനിറ്റാണ് ഹോൾട്ട് വരുന്നത്. കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഇപ്പോൾ ടൈം ഓൾറെഡി 7:43 ആയിട്ടുണ്ട്. നമ്മുടെ ഈ ശബരിയുടെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് തിരുപ്പൂരാണ്. തിരുപ്പൂർ നമുക്ക് 2 മിനിറ്റ് ഹോൾട്ടാണ് വരുന്നത്. TTനെ പോയി കണ്ടുപിടിച്ച് എനിക്ക് സീറ്റ് കിട്ടി. ഇതാണ്. പിന്നെ ഞാൻ കയറിയ കമ്പാർട്ട്മെൻറ്റിൽ ഒരു ചേട്ടന് പെയിൻ കില്ലർ വേണോ എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു പെയിൻ കില്ലർ ഒപ്പിച്ചുകൊണ്ട് കൊടുക്കുകയാണ്. പെയിൻ കില്ലർ പാരസിറ്റമോൾ ഒപ്പിച്ചുകൊണ്ട് കൊടുക്കുകയാണ്. എനിക്ക് മസിലെന്തോ കയറി. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ചോദിച്ചിട്ട് പാരസിറ്റമോൾ കെട്ടി അത് ഒപ്പിച്ചുകൊണ്ട് കൊടുക്കുകയാണ്. എൻ്റെ കയ്യിലെന്തോ കഷ്ടകാലത്തിന് ഇപ്രാവശ്യം പാരസിറ്റമോൾ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ എടുത്തില്ല. സ്റ്റേജിൻ്റെ സീറ്റ് കിട്ടി. കഴിച്ചപ്പോൾ മേളിൽ 2 സീറ്റ് കാലിയാണ്. അപ്പം മേളിലുള്ള താഴെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ പോയി മേലിൽ കിടന്നുറങ്ങിയാലോ എന്ന് വിചാരിക്കുകയാണ്. ഉറക്കം അങ്ങോട്ട് ശരിയായിട്ടില്ല. നമുക്ക് സീറ്റ് കൺഫേം ആവാതെ കിടന്നുറങ്ങുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. എനിക്ക് ഉറങ്ങാൻ പറ്റിയിരുന്നിട്ടുള്ളതുകൊണ്ട് അപ്പോൾ നൈസായിട്ട് കിടന്നുറങ്ങാം എന്നുള്ളൊരു പ്ലാനിലാണ്. ഞാൻ വീണ്ടും ഇറങ്ങിയിട്ട് നമ്മളിപ്പോൾ ഒറ്റപ്പാലം കഴിഞ്ഞ് വ്യൂ കണ്ടു. ഇതിലിപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി ഇതിനകത്ത് TTമാർ അത്യാവശ്യം നല്ല TTമാരാട്ടോ. ഞാനപ്പോൾ അങ്ങോട്ട് പോയിട്ട് ഞാൻ പുള്ളിയോട് സംസാരിച്ച് ടിക്കറ്റ് എടുത്തതാണ്. പക്ഷേ അവരും ചെക്കിങ്ങിനൊന്നും വന്നിട്ടില്ല. കാരണം ഇഷ്ടം പോലെ ജനറൽ ടിക്കറ്റ് എടുത്ത ആൾക്കാർ ഇവിടെ വന്നിരിപ്പുണ്ട്. സ്ലീപ്പർ എടുക്കാത്ത ആൾക്കാർ. ഈ ഭാരതപ്പുഴ, അത് ഫുള്ള് ഭാരതപ്പുഴയുടെ ആ ഒരു ഭാഗമാണ്. വറ്റി ഇറങ്ങി കിടക്കുവാണ്. ഇതാണ് നമ്മുടെ ഭാരതപ്പുഴ. കുറച്ച് വെള്ളമുള്ള അപ്പുറത്ത് പാലപ്പണി നടക്കും. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയേക്കാണ്. വടക്കാഞ്ചേരിയിൽ നമുക്ക് 1 മിനിറ്റ് ഹോൾട്ടാണ് വരുന്നത്. 1 മിനിറ്റിന് ശേഷം നമ്മുടെ വണ്ടി ഇത് എടുത്തിട്ടുണ്ട്. റൂമിലെത്തി ഒന്ന് കുളിച്ചാൽ മതി. ആ ഒരു അതിലാണ് ഞാൻ ഇരിക്കുന്നത്. അതുപോലെ ചൂട്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വേളാങ്കണ്ണിക്ക് പോകാൻ നേരം വാസ്കോന്ന് കയറി. ഇന്നലത്തെ ദിവസം ചൂടടിച്ചിട്ടില്ല. നല്ല തണുപ്പായിരുന്നു. ഉച്ചയ്ക്കാണെങ്കിലും ആ മഴക്കാറും മഴയൊക്കെ ആയിട്ട് ഇന്നലത്തെ ദിവസം ചൂടടിച്ചിട്ടേ ഇല്ല. നല്ലൊരു ചൂടാണ്. നമ്മുടെ നാട്ടിലെന്തോ ചൂടായത്. നമ്മളങ്ങനെ തൃശ്ശൂർ എത്തിയേക്കാണ്. അടുത്ത സ്റ്റേഷൻ ആലുവ, അതിനുശേഷം എറണാകുളം ടൗണാണ്. ഇപ്പോൾ സമയം 11:49 ആയിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ നിന്നിട്ട് വേണം എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാനും വാങ്ങാനും. ആദ്യം ഒന്ന് കുളിക്കണം. അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ
ട്രെയിൻ എടുത്തിട്ടുണ്ട്. നമ്മളിനി അടുത്ത് നമ്മുടെ സ്റ്റോപ്പ് വരുന്നത് ആലുവയാണ്. ആലുവ പുഴയാണ്. ഇതോ നമ്മുടെ ആലുവ അമ്പലം ആണെന്നുണ്ടോ, ആണ് നമ്മുടെ ആലുവ അമ്പലം. ആലുവ എടുക്കാറായപ്പോഴത്തേക്ക് TT വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ സീറ്റും കാര്യങ്ങളും എല്ലാം ചോദിച്ചിട്ട് പോയി. ഇത്ര നേരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആലുവ എടുക്കാറായപ്പോഴാണ് വന്നത്. അങ്ങനെ നമ്മൾ 12:44 ആലുവ സ്റ്റേഷനിൽ നമ്മുടെ ശബരി എത്തിയേക്കാണ്. ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ നല്ല ആളുണ്ട് ലോക്കലിൽ കയറാനായിട്ട്. നോക്കി അവസാനം നമ്മൾ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഇനി ഇവിടുന്ന് ഊബർ ഓട്ടോ ബുക്ക് ചെയ്തിട്ട് പോകാനായിട്ടാണ് പ്ലാൻ. നമ്മൾ ഇപ്രാവശ്യം പ്ലാൻ ചെയ്ത ട്രിപ്പ് സെറ്റായില്ലായിരുന്നു. നമ്മൾ എപ്പോഴും അങ്ങനെ ആയിരിക്കത്തില്ലല്ലോ, എപ്പോഴും എല്ലാം കറക്റ്റായിട്ട് വരണമെന്നില്ലല്ലോ. കുഴപ്പമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം സെറ്റാക്കാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ചെറിയ ഈറോഡ് ടു എറണാകുളം ടൗണിൽ വരെയുള്ള ശബരി എക്സ്പ്രസ്സിലെ യാത്ര. അപ്പോൾ ഇത്രയായിരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്ര